വിവരങ്ങളുമായി ബെൻസൺ കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, മുണ്ടക്കൈയിൽ ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സൈന്യം എത്തി ഏത് രീതിയിലാണ് രക്ഷാദൗത്യം നടത്തുന്നത്? നിലവിൽ അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മറ്റ് ഭാഗങ്ങളിലേതുപോലെ അത്ര കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം രാവിലെ മുതൽക്കേ തന്നെ ഈ അപകടമുണ്ടായ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ആ പ്രദേശത്ത് 300-ലധികം വരുന്ന ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും കൃത്യമായും ഈ പാലം, ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് അപ്പുറത്തേക്ക് എത്തിയ NDRF-ന്റെ 10-ലധികം വരുന്ന NDRF സംഘാംഗങ്ങൾ അവർ കയറുകെട്ടി, പുഴയ്ക്ക് കുറുകെ കയറുകെട്ടിയാണ് അപ്പുറത്തേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം അത്തരത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തുക എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ അവിടെ വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്നും ആളുകളെ കൃത്യമായും പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ, പ്രാദേശികമായിട്ടുള്ള റോഡുകളെല്ലാം തന്നെ തകർന്ന അവസ്ഥയാണ്. ഈ മറ്റ് ഇടവുമായി ബന്ധമുണ്ടായിരുന്ന ഏക പാലം, ആ പാലവും പൂർണ്ണമായും തന്നെ തകർന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ താൽക്കാലികമായി പാലം നിർമ്മിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതുപോലെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന, എയർലിഫ്റ്റ് ചെയ്യുമെന്ന ഉറപ്പുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും എന്നതിനെ പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ എയർലിഫ്റ്റ് എത്രത്തോളം പ്രായോഗികമാകുമെന്നതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇടവിട്ട് ശക്തമായ മഴ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്പം മുമ്പ് വരെ ഈ പുഴയിലൂടെ അതിശക്തമായ വെള്ളമുണ്ടായിരുന്നു. മലവെള്ളപ്പാച്ചിലിന് സമാനമായ രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആളുകളെ മാറ്റി നിർത്തുന്ന സാഹചര്യം അടക്കം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ഏത് രീതിയിൽ പ്രയോഗിക്കുമെന്നതിനെ പറ്റി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ ആളുകൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ അപകടം നടന്ന ആദ്യഘട്ടം മുതൽക്കേ തന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോണിലൂടെയും മറ്റും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത്രത്തോളം ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം എല്ലാ സംവിധാനങ്ങളും വിച്ഛേദിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ആളുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആളുകൾ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ സംസാരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് നിരവധി ആളുകൾ കൂട്ടമായി ഓരോ സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ച് നിൽക്കുകയാണ്. അതുപോലെ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിന്റെ എത്രത്തോളമാണ് ആളുകൾ മരിച്ചത്, അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. എവിടെയാണ് ഇത്തരത്തിൽ അപകടം കൂടുതലായി നടന്നിട്ടുള്ള സ്ഥലം എവിടെയാണ് എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അങ്ങനെ ആ രീതിയിൽ ആ പ്രദേശത്തെ അപകടത്തിന്റെ തോത് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കാരണം ഈ അപകടം നടന്ന് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും 80-ലധികം ആളുകൾ മരിച്ചു എന്ന കണക്ക് പുറത്തു വരുമ്പോഴും ആ മരിച്ച ആളുകളുടെ എണ്ണം നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശത്തെ ആളുകളും സമാന രീതിയിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മരണനിരക്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. കാരണം അത്രയും വലിയ ഒരു അപകടമാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്രത്തോളം ജീവൻ ഹനിക്കപ്പെട്ട ഒരു അപകടം ഇതിനു മുൻപൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിൽ 80-ന് മുകളിലെത്തി നിൽക്കുന്ന ഈ മരണനിരക്ക് അതിൽ കൂടുതലാവാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ പറയപ്പെടുന്നത്. പക്ഷേ സാധ്യമായ രീതിയിലെല്ലാം ആളുകളെ രക്ഷിക്കാനും അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമുള്ള പ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽക്കേ തന്നെ ലഭ്യമാകുന്ന സേനകളുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി തന്നെ ഈ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നെങ്കിൽ പിന്നീട് NDRF എത്തുന്നു. അതിന് പിന്നാലെ മറ്റ് സന്നദ്ധ സംഘടനകൾ എത്തുന്നു. അങ്ങനെ പലരുടെയും നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ പലരെയും കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നിലവിൽ വിവിധ ഇടങ്ങളിൽ നിന്നും MLA-മാർ, അതുപോലെ തന്നെ മന്ത്രിമാരടങ്ങുന്ന സംഘം, അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു
രക്ഷാപ്രവർത്തനം ഏതെല്ലാം രീതിയിൽ ഏകോപിപ്പിക്കണം, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അവലോകനം ചെയ്തതിന് ശേഷമാണ് ആളുകൾ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ മടങ്ങുന്നത്. അതിനനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴും ആശങ്ക ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തെ കുറിച്ച് മാത്രമാണ്. അവിടെ നിന്നും കൃത്യമായ ആളുകളെ എത്തിക്കുക, പരമാവധി ആളുകളെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നതാണ് ഏറ്റവും മുൻഗണനയിലുള്ളത്. അതാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചൂരൽമലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. ആളുകളെ ഇപ്പോഴും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ അപകടം കൂടുതലായും അപകടം നടന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് ഒരു ബുദ്ധിമുട്ടായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ശരി ബെൻസൺ.